Hi all, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിന്റെ ജൂൺ 2025 എക്സാമിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ആണ്. ഒരുപാട് ഹാപ്പിനെസ്സിലാണ് ഈ ഒരു റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് നമുക്ക് കഴിഞ്ഞൊരു അറ്റംപ്റ്റിലേക്ക് വന്ന സമയത്ത് നമുക്ക് അത്ര അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കോർപ്പറേറ്റ് അക്കൗണ്ടിൽ. പക്ഷെ എൻ്റെ മുമ്പത്തെ അറ്റംപ്റ്റിലേക്ക് വന്ന സമയത്ത് നമ്മൾ 60 കുട്ടികൾക്ക് 60+ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൂഫ് അടക്കുന്ന സ്ക്രീൻഷോട്ട് അടക്കുന്ന വീഡിയോ വരെ നമ്മൾ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ കഴിഞ്ഞ ദിവസം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട് എക്സാംസിന്റെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഓക്കെ ആയിരുന്നു, പക്ഷെ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ എല്ലാ സ്റ്റുഡൻസിന്റെ മൈൻഡ്സിലും നമുക്ക് അതേ ഹാപ്പിനെസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനെ പ്ലേസ് ചെയ്തില്ല, ആ ക്വസ്റ്റ്യൻസിനെ പ്ലേസ് ചെയ്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻസിന്റെ ലെങ്ത്, പിന്നെ എക്സാം അറ്റ്മോസ്ഫിയർ ഒക്കെ കൂടി ചേർന്നപ്പോൾ ഒരു പക്ഷേ നമ്മൾ വീഡിയോയിൽ പറയുന്ന അത്ര പെർഫോം ചെയ്യാൻ ഒരു പക്ഷേ ഒരു കുട്ടിക്ക് എക്സാം ഹോളിൽ സാധിക്കണമെന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ഹോണസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ നമ്മളിവിടെ എത്ര സിമ്പിൾ ആയിട്ടാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കുട്ടികൾ എക്സാം ഹോളിൽ എക്സാം എഴുതി ഇറങ്ങി വന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സോ കഴിഞ്ഞൊരു FA വരുന്ന സമയത്ത് ഒരു മിക്സ്ഡ് റിവ്യൂ ആണെങ്കിൽ കോർപ്പറേറ്റിലേക്ക് വരുന്ന സമയത്ത് എവ്രി വൺ ആർ ഹാപ്പി ഇൻ ദ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഐ എം നോട്ട് മച്ച് മോർ ടെല്ലിംഗ് അബൌട്ട് ഓഡിറ്റിംഗ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന പേപ്പർ ആണെങ്കിലും സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇസ് ഇനഫ് ടു ഗെറ്റ് എക്സംഷൻ എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. സോ എക്സംഷൻ വാങ്ങാൻ ആവശ്യത്തിന് മേലെ മാർക്ക് കോർപ്പറേറ്റിന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എക്സാം 100 മാർക്കിനാണെന്ന് വെച്ചിട്ട് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല ഉള്ളത്, 120 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ മേജർ ക്വസ്റ്റ്യൻ ഫ്രം എന്താ പറയുക കോർപ്പറേറ്റ് എന്നാണ് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് മാത്രം എഴുതി എക്സംഷൻ വാങ്ങാൻ പറ്റും. സോ ആ ഒരു 60+ സ്റ്റുഡൻസിന് 60+ മാർക്ക് കിട്ടില്ല എക്സാമിലൊക്കെ കൂടുതൽ പേര് ഷൈൻ ചെയ്തത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് മാത്രമാണ്. ഹിയർ ഓൾസോ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഷൈൻ ചെയ്യുന്ന ഒരു പേപ്പറാണ്. ആൻഡ് ഓഡിറ്റിങ്ങിന്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞത് ഓഡിറ്റിംഗ് പലതും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്ന്, എക്സെപ്റ്റ് MCQs അല്ല, ആ ഒരു തിയറി ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് അത്ര ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല, അല്ലെങ്കിൽ അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ഏരിയ, ബിക്കോസ് വാട്ട് എവർ നമ്മൾ പഠിച്ചുള്ളത് അത് അതേപോലെയാണ് വന്നില്ല. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു ഹോണസ്റ്റ് റിവ്യൂ പ്ലസ് MCQസിന്റെ മൊത്തത്തിന്റെയും സൊല്യൂഷൻ ചെയ്ത് കാണിച്ചു തരും. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡയറക്ട്ലി മൂവ് ടു ദി കോർപ്പറേറ്റ് അക്കൗണ്ടിങ് റിവ്യൂ വീഡിയോ. കംഫർട്ടബിൾ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് നേരെ വന്നിട്ട് സെക്ഷൻ A എന്ത് ചെയ്യുക, വായിച്ചു നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കഴിഞ്ഞ എക്സാമിന് പറഞ്ഞ അതേപോലെ തന്നെയാണ് നമുക്കൊരു 7 എന്താ പറയുക 8 സ്പ്ലിറ്റ് അല്ലെങ്കിൽ 8-7 സ്പ്ലിറ്റ് ഒക്കെയാണ് 15 ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. ആ 15 ക്വസ്റ്റ്യൻസിൽ ഒരു 7 MCQ ഫ്രം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, 8 MCQ ഫ്രം ഓഡിറ്റിംഗ്, ഓർ 8-7 ഈ ഒരു പാറ്റേൺ ആണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ 9-6 അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ എക്സാമിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 ക്വസ്റ്റനോ ഒക്കെയാണ്, 5-6 ക്വസ്റ്റനെ കിട്ടി, 5 ക്വസ്റ്റനെ കിട്ടി. അതേപോലെ തന്നെ ഈ എക്സാമിലെയും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ MCQ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 5 എണ്ണാണ്. ആകെ 10 ക്വസ്റ്റ്യനിൽ 5 MCQ ആണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്. ബാക്കി 10 MCQ വരുന്നത് ഓഡിറ്റിംഗിന്റെ പോർഷൻ എന്നാണ് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് കോർപ്പറേറ്റ് നിന്നും, പിന്നുള്ളത് ഫുള്ളും എന്ത് അവിടെ നമുക്ക് നിരാശ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഓഡിറ്റിംഗിന് കുറെ MCQs ഉണ്ട്. സിമ്പിൾ MCQs ആണ്, കുറെ ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. തിയറിയിലാണ് ഓഡിറ്റിംഗിൽ കുറച്ചൊരു നമ്മൾ പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ള ന്യൂസ് ഒക്കെ നമുക്ക് കിട്ടി. എനിവേ നമുക്ക് ആദ്യം കോർപ്പറേറ്റ് സെഷൻ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഫൈൻ. ഫസ്റ്റ്, in which of the following way the balance in securities premium account cannot be used under as per section 52 of the Companies Act 2013? ഇത് പറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മളുടെ ബുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് എന്ന ഈ ഒരു ബുക്കിന്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് ഈ എക്സാമിൻസ് എല്ലാ ക്വസ്റ്റ്യൻസും എക്സെപ്റ്റ് 1 ക്വസ്റ്റ്യൻ, ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്നാണ് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. എന്നാൽ പല ക്വസ്റ്റ്യൻസും ഡിറ്റോ ലൈൻ ബൈ ലൈൻ ഇതേ ബുക്കിലുള്ള അതേപോലെ തന്നെയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്ര തവണയാണ് നിങ്ങൾക്ക് സെക്യൂരിറ്റീസ് വേണം? നേരെ എടുക്കുമ്പോൾ തന്നെ കിട്ടണ്ട. സെക്ഷൻ 52 സെക്ഷൻ കാണണ്ടാ സെക്ഷൻ 52 ഓഫ് കമ്പനീസ് ആക്ട് നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് കണ്ട 5 ലൈന് കൃത്യമായിട്ട് എഴുതി. ഈ ചാപ്റ്ററിൽ മാത്രമല്ല, 2 ചാപ്റ്ററിൽ ഈ സെയിം നോട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് അവിടെ തന്നെ ഈ ഒരു ബുക്ക് ഉപയോഗിച്ച് പഠിച്ച ആൾക്കാർ കോൺഫിഡൻസ് എത്ര തന്നെ ഇവിടെ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയുക 100% കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാഴ്വാക്കല്ല. അത് എക്സ്പീരിയൻസ് കൊടുക്കുക നിർബന്ധമായിട്ടും കിട്ടുക തന്നെ ചെയ്യും. ചെറിയൊരു പ്രൊമോഷൻ ചെയ്താണ് ഈ ഒരു വീടിന്റെ ഇടയിൽ കൂടി. ഓക്കെ, നോ പ്രോബ്ലം. എനിവേ, സോ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്ക് തന്നെയാണ്. ഈ സെക്ഷൻ 52 പ്രകാരം
സെക്യൂരിറ്റീസ് പ്രീമിയം എന്തിനാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് എത്രയോ തവണ ക്ലാസ്സിൽ പറയുന്നതാണ്. പല ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഈ ഡിസ്കഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ട്. സോ ഫർദർ ഡിസ്കഷൻ്റെ ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അവിടെ നേരെ ഇങ്ങനെ കാണാം ഫോർ റൈറ്റിംഗ് ഓഫ് റീവാലുവേഷനും ഓഫ് എന്താ പറയുക കറണ്ട് നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. സോ ഈ 2 മാർക്ക് എൻ്റെ ക്ലാസ് ഓഫ്ലൈനിലോ ഓൺലൈനിലോ എക്സ്പീരിയൻസ് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അതല്ലാതെ ഏത് ഫാക്കൽറ്റി ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്കും ഈ 2 മാർക്ക് സിമ്പിളായിട്ട് പോക്കറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റും. കാരണം എല്ലാവരും പറഞ്ഞു തരുന്ന എഴുതി തരുന്നൊരു നോട്ടാണ് സെക്ഷൻ 52. അപ്പോൾ അത് 2 മാർക്ക് കിട്ടി. നോ ഡൗട്ട് 2 മാർക്ക് പോക്കറ്റിലേക്കായി. അടുത്തത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി ഷോൺ അണ്ടർ ഡാഷ് ഇൻ ദി ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കുക? നോൺ കറണ്ട് അസറ്റ്, നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി. സിംപ്ലി ഇത് കാണിക്കേണ്ട സ്ഥലം എന്താണ് പറയും മക്കളെ? നോൺ കറണ്ട് അസറ്റ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്തെങ്കിലും അസറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലായിരിക്കാം. സോ ഇവിടെ വരിക നോൺ കറണ്ട് അസറ്റിലാണ് വരിക. സോ ഈ 2 മാർക്കും ആരും മിസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈയിടെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചുന്ന കുട്ടി പോലും ഇവിടെ ടിക്ക് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. സോ ഇത് അബ്സല്യൂട്ട്ലി 2 മാർക്സ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. സോ സെയിം ഇമോഷൻ ഓഫ് യുവർ സ്റ്റുഡൻസ് അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാം. അത് പ്രീവിയസ്ലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൾസോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ കറക്റ്റ് ഇമോഷൻ അത് അതേപോലെയാണ് നമ്മൾ ഹോണസ്റ്റ് റിവ്യൂസ് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യാം, യു ഗെറ്റ് ദ വീഡിയോ. ഓക്കെ. അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബിഗിൻസ് വിത്ത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? എന്ത് കുട്ടി സിമ്പിൾ ക്വസ്റ്റൻ ആണ് മക്കളെ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുക? ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിംഗ് എന്നല്ലേ. സോ യു ഗെറ്റ് 2 മാർക്സ്. അപ്പൊ ഇതാണ് എഫ് എയിൽ മിസ്സായി പോയത്. എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ വേഗം ആൻസർ ഒക്കെ അടുത്തേക്ക് പോകുക, വേഗം പോകുക. അത് നമുക്ക് എഫ് എയിൽ പറ്റില്ല. കാരണം എഫ് എയിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉള്ളിൽ ഇങ്ങനെ ടൈം എടുത്തിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിക്കുകയാണ് കുറെ. അത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഹൃദയം ഇപ്പം പേടിയും ആദ്യം എല്ലതും വന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വേഗം ജമ്പ് ചെയ്ത് അടുത്തേക്ക് പോകാൻ മച്ച് മോർ ഹാപ്പി. എഴുതൊക്കെ ശരിയാണെന്നൊരു ധാരണ ചെയ്യുമ്പോൾ തന്നെ നമുക്കുന്നുണ്ട്. അതാണ് ഒരു എക്സാമിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞത്. പക്ഷെ കോർപ്പറേറ്റ് ഓൾവേസ് അങ്ങനെയാണ് കേട്ടോ. നല്ലൊരു എക്സാംസ് ആയിട്ടാണ് എപ്പോഴും വരാറ്, എക്സെപ്റ്റ് ലാസ്റ്റ് എക്സാം. മെജോറിറ്റി എക്സാം വളരെ സിമ്പിൾ ആയിട്ടാണ് വരാറ്. ഓക്കെ അല്ലേ, ഫൈൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്? ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഈ 2 മാർക്കും എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ റെക്കോർഡ് വീഡിയോയിൽ ഒരു സെഷൻ തന്നെ ഉണ്ട്. എന്താ പറയുക, MCQ ഡിസ്കഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് നമ്മളുടെ ആപ്ലിക്കേഷനിൽ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ എല്ലാ ക്വസ്റ്റനും ടെക്സ്റ്റ് ബുക്കത്തെയാണ്. ഈ എല്ലാ ക്വസ്റ്റനും നമ്മൾ ക്ലാസ് റൂം ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻഷസ് ക്യാൻ ബി റെഡീംഡ് ആഫ്റ്റർ പെർമിഷൻ ഓഫ് കോപ്പർ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ്, പക്ക ഡിറ്റോ സ്റ്റഡി മെയിൽ ക്വസ്റ്റൻ ആണ്. സോ ആഫ്റ്റർ മേക്കിംഗ് ദം ഫുള്ളി പെയ്ഡ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവയെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. ഈ 2 മാർക്കും ആരും മിസ് ചെയ്യില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ 5 ക്വസ്റ്റ്യന് 5x2 10 മാർക്ക് ഒരു കുട്ടി പോലും മിസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവ്രി വൺ ക്ലാസ് മാത്രം കേട്ടോ. I'm not telling about നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചോന്നല്ല, ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ഡിസ്കഷൻസ് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായെന്ന് വിശ്വസിക്കുന്നത്. ഇതിനകത്തൊക്കെ ഓഡിറ്റിംഗ് ആണ്. സോ ഓഡിറ്റിംഗ് ഫാക്കൽറ്റി ഞാനല്ല. സോ ഞാൻ ഓഡിറ്റിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ റെഫർ ചെയ്യുന്ന സമയത്ത് ആ മാർക്കൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്ത് MCQs ഒക്കെ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സൊല്യൂഷൻസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ SA 600 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കോപ്പീസ് ഓഫ് മാനേജ്മെന്റ് ലെറ്റേഴ്സ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വർക്ക് ഓഫ് ആൻ ഓഡിറ്റർ എന്നുള്ളതാണ്. പിന്നെ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. പിന്നെ CR1 ആണ് ആൻസർ. പിന്നെ നമുക്ക് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസ് ആണ് ആൻസർ. അതേപോലെ തന്നെ എക്സിസ്റ്റൻസ് ആണ് ആൻസർ. പിന്നെ 204 ആണ് ആൻസർ. 25% ആണ് ജോയിന്റ് ഓഡിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ നോക്കിക്കോളി. 5 കഴിഞ്ഞ 6ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് വാല്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നിൽ A ആണ്, പിന്നെ C, പിന്നെ C, പിന്നെ D, പിന്നെ A, പിന്നെ C, പിന്നെ A, പിന്നെ A ആൻഡ് പിന്നെ B ആൻഡ് അഗെയിൻ A. സോ ഇതാണ് നിങ്ങളുടെ. ഇപ്പം നിങ്ങൾക്ക് വാല്യൂട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര കിട്ടുന്നില്ല. ഇപ്പം ഞാൻ എനിക്ക് തന്നല്ല കുട്ടികൾ നോക്കി ടിക്കണ്ട, ഇതൊക്കെ ശരിയാ കണ്ട, അതൊക്കെ ഇട്ടുന്നത് കറക്റ്റാ, ഇതൊക്കെ കറക്റ്റാ കണ്ട. ഈ കുട്ടിക്ക് ഫുള്ള് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. ഫുള്ള് മാർക്ക് എക്സെപ്റ്റ് ഇതാ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്താണ് കറക്റ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തല്ലേ. ഈ കുട്ടിക്ക് എന്തായാലും ഒരു 28 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാം ഞാൻ അവിടെ ടിക്ക് ചെയ്ത് തന്നെ ഇട്ടുള്ളത് കണ്ടാ. 28 ഉണ്ടാവും ഓൾമോസ്റ്റ് എല്ലാവർക്കും. ഇനി മക്കളെ ഇതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി കേട്ടോ. ഞാൻ എപ്പോഴും പറയും കോർപ്പറേറ്റ് മാത്രം എഴുതി നിങ്ങൾക്ക് എന്ത് വാങ്ങാൻ എക്സംഷൻ വാങ്ങാൻ, അത് തള്ളല്ലോ. അത് എങ്ങനെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യും. നമുക്ക് ഇതിന് പ്രൂഫ് ഉണ്ട്. കാരണം കുട്ടികൾ എന്താണ് ആൻസർ മീൻസ് ലൈക്ക് എക്സാം റിസൾട്ട് തന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഉള്ള റീൽ നമ്മളിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ അങ്ങനെ പറയുമ്പോൾ പല ആൾക്കാരും അങ്ങനെ അത് സാർ തള്ളാണോ അങ്ങനെ ചിന്തിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും. എവറി പ്രൂഫ്, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഞാൻ കോർപ്പറേറ്റ് മാത്രം എക്സംഷൻ വാങ്ങാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താ, ലോജിക്കൽ റീസണിങ് എന്താണ്? ഇതാണ് റീസൺ. ആൻസർ 5 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻസ് എന്നല്ലേ. 7 എണ്ണത്തിൽ 5 എണ്ണം എഴുതിയാൽ പോരെ മക്കളെ. 4 ക്വസ്റ്റ്യനും കോർപ്പറേറ്റ് അക്കൗണ്ടിങ് കടാം, 4 എണ്ണം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് കടാം. ഒരൊറ്റൊന്ന് മാത്രം ഓഡിറ്റിംഗ് എഴുതിയാൽ മതി. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഓഡിറ്റിംഗ് എഴുതിയാൽ മതി. 4 എണ്ണം കോർപ്പറേറ്റ് എന്ന് ഒരൊറ്റൊന്ന് മാത്രം ഓഡിറ്റിംഗ് എഴുതിയാൽ മതി. ആ ഒന്ന് എഴുതിയ തെറ്റായാലും മക്കളെ നിങ്ങൾ കിട്ടും എന്ത് പറയും, എക്സംഷൻ. ഹൗ? കാരണം നമ്മുടെ MCQs മാർക്ക് ഉണ്ടല്ലോ.
മനസ്സിലായില്ലേ? അപ്പോൾ 4 ഇൻറ്റു എന്താ പറയുക 14, അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം 10 50 എന്താ പറയുക 6 മാർക്കായി അല്ലേ? 4 ഇൻറ്റു 10 40, 4 ഇൻറ്റു 4 16, 10 56 മാർക്കായി. പിന്നെ MCക്ക് 10 10 66 77 മാർക്കിനോളം നമുക്ക് എന്തുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് മാത്രമുണ്ട്. അപ്പോൾ അത് എഴുതിയാൽ മാത്രം കിട്ടും എക്സംഷൻ എന്ന് പറഞ്ഞത്. ഇനി റിസൾട്ട് വരുമ്പോൾ ഒന്ന് എന്താ പറയുക അറിയാം, ഒന്ന് എൻജോയ് ചെയ്യണം. അങ്ങനെ വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഒരു വലിയ എക്സാംഷൻ, ഒരു ബണ്ടിൽ ഓഫ് എക്സാംഷൻ. അതിലേക്ക് 60 കുട്ടികൾക്കാണ് 60+ മാർക്ക് കിട്ടിയെങ്കിൽ ഇത്തവണ ഒരു 100 കുട്ടികൾക്ക് 60+ മാർക്ക് കിട്ടുന്ന ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിള്ളേരും എടുത്തിട്ടുണ്ട്. സോ കിട്ടും, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇനി നോക്കിയേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ 5 നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യണം കേട്ടോ. 5 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, 4 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. 4 കേട്ടോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സൂപ്പർ ആട്ടോ. FA പോലെ ഒരു ഡ്രാമയില്ല. 2A 2B 3A 3B അല്ലെങ്കിൽ ആ ഒരു സെയിം പാറ്റേണിലാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മേക്ക് ചെയ്തതിൽ നമ്മൾ ഹാപ്പിയാണ്. ആ സെയിം പാറ്റേൺ വാട്ട് എവർ ദ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഡിറ്റോ സെയിം തന്നെ തന്നു. ഹാപ്പിയാണ്. വേറെ ഒരു ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ചിട്ടില്ല, അതന്നെ നമുക്കൊരു സമാധാനമാണ്. ഇതൊന്നുമല്ല രസം മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൽഫ കമ്പനി ഹാസ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 20 lakh 2 lakh ഷെയർസ് ഓഫ് 10 each, 50,000 ഷെയർ ബൈബാക്ക് ചെയ്യുന്നു, 15 രൂപയ്ക്ക് 20,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, 2 ലക്ഷം പ്രീമിയത്തിലുണ്ട്, 10 ലക്ഷം ജനറൽ റിസർവിലുണ്ട്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ് റൂമിൽ ചെയ്തിട്ട് CAന്റെ ഇല്ലുസ്ട്രേഷൻ ആണ്. എൻ്റെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇഫ് യു ഹാവ് എ ഡൗട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ പ്രൂഫ് കാണിച്ചു തരാം. ദിസ് ക്ലിയർ എന്ന് പറയും മക്കളെ പ്രൂഫ്. ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയറിന്റെ ക്രിസ്പി സ്റ്റൈൽ നമ്മുടെ ഈ ബുക്കിന്റെ PDF ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നേരെ വരുന്നു, നേരത്തെ പറഞ്ഞ സെക്ഷൻ 50 ക്വസ്റ്റൻ ആണ് കണ്ട. ഇതെല്ലാം ഇത് ഇവിടെ അല്ല, 2-3 ചാപ്റ്ററിൽ സെയിം പ്രിന്റ് ചെയ്യാനിട്ടുണ്ട്. ഇനി മുമ്പോട്ടേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് പിക്ക് കണ്ട, ആൽഫ കമ്പനി കണ്ട, ആൽഫ സെയിം സാധനം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇവർ റിസോഴ്സ് ചെയ്യൽ CA ഇന്റർ പോയിട്ടാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് പഠിച്ചാൽ മതി. അവിടെ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹോളിൽ അതേ ക്വസ്റ്റ്യൻസ് കാണാം. അതൊന്നും തള്ളല്ല, വെറുതെ അല്ല. ആൽഫ കമ്പനി ലിമിറ്റഡ് പേര് പോലും മാറ്റിയിട്ടില്ല. പേര് പോലും ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കണ്ട. എക്സാം ഹോളിൽ സെയിം സാധനം. ആൽഫ കമ്പനി ഒരു എന്താ പറയുക, ഒരു ലൈനോ വേർഡോ നമ്പറോ പോലും മാറ്റാത്തൊരു ഇല്ലുസ്ട്രേഷൻ. സോ അബ്സല്യൂട്ട്ലി യു ആർ ഗെറ്റിംഗ് 7 മാർക്ക്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഇതിൻ്റെ ഡയറി ഓഫ് ഇവൻറ്റ്സ് എഴുതി തരും. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഡയറി കണ്ട മക്കളെ, ഡയറി ഓഫ് ഇവൻറ്റ്സ് കണ്ട, ഡയറി ഓഫ് ഇവൻറ്റ്സ് എഴുതി തരും കണ്ട. ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യനും മക്കൾക്ക് ഞാൻ ഡയറി ഓഫ് ഇവൻറ്റ്സ് കണ്ട മക്കളെ, ഡയറി ഓഫ് ഇവൻറ്റ്സ് എഴുതി. എന്താ ഡയറി ഓഫ് ഇവൻറ്റ്സ്? എൻ്റെ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് ഡയറി ഓഫ് ഇവൻറ്റ്സ്. ഡയറി ഓഫ് ഇവൻറ്റ്സ് എഴുതി തരും. ആ ഡയറി ഓഫ് ഇവൻറ്റ്സ് ആർക്കും വേണമെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, എന്താ പറയുക, ജേർണൽ എൻട്രി ചെയ്താൽ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡയറി ചെയ്ത് നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ജേർണൽ ചെയ്താൽ. സോ ഐം ഷുവർ 7 മാർക്ക് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇതൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റിയ അടുത്തൊരു കാര്യമാണ് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ B 7 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടേ ഇല്ല. ഞാൻ അത് ഓഫ്ലൈൻ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല, ഓൺലൈൻ ക്ലാസ് എവിടെയും ഞാൻ ചെയ്തില്ല. ജസ്റ്റ് വാടക ഈ ഡിബഞ്ചർ ഭയങ്കര റയർ ആയിട്ട് മാത്രം ടെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ്. എന്നാൽ ഡിബഞ്ചർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ്ലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയസും നമ്മൾ കണ്ടെത്തി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയ ഞാൻ അതായത് ഇതൊരു 100 മാർക്കിൻ്റെ പഠിക്കാനുള്ള ബുക്ക് ഉണ്ട്, പക്ഷെ 50 മാർക്കിൻ്റെ എക്സാമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വാരി വിതറി കൂട്ടുള്ള തലയൊക്കെ ഒന്നാകെ പഠിക്കാൻ കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ മോഡറേറ്റ് ലെവലിലാണ് ഞാൻ എപ്പോഴും സെറ്റപ്പ് ചെയ്യാറ് എല്ലാ ചാപ്റ്റേഴ്സിനെയും. ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് എക്സംഷൻ ഞാൻ തന്നെ പറയും. അപ്പോൾ നിങ്ങൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിലേക്ക് ചില ടോപ്പിക്സ് അൺവാണ്ടഡ് അൺനെസസറി ഏരിയസ് അത് സ്കിപ്പ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയ നമ്മൾ ഇതിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് DRR ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അല്ലെങ്കിൽ ഇതേ മോഡൽ ഇല്ലുസ്ട്രേഷൻ ഒരു അക്കൗണ്ട് വരച്ച് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ എൻ്റെ ബുക്കിൽ ചെയ്തു അത് ചെയ്തു എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അതേ എനിക്ക് തന്നെ പറയാൻ പറ്റും, ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. എന്നാൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക, 3 അക്കൗണ്ട് വരയ്ക്കുക. ഏതൊക്കെയാണ് അക്കൗണ്ട്? സിമ്പിൾ. ഒരു ഡിബഞ്ചർ അക്കൗണ്ട് വരയ്ക്കുക, ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എടുക്കുക, ഒരു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എടുക്കുക. ഇവിടെ എല്ലാത്തിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഇതാ. ഇപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എത്ര പറയും മക്കളെ? 21 lakh എഴുതുക. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ 15 lakh എഴുതുക. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ 15 lakh എഴുതുക. ഇത്രയുള്ള പണി. എന്നിട്ട് എല്ലാ വർഷവും 2,10,000 rupees ആണ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും ഫണ്ട് എന്ത് ചെയ്യുന്നു, ഒരു 2,10,000 കൂടുന്നു, ഇൻവെസ്റ്റ്മെന്റും 2,10,000 കൂടുന്നു. മനസ്സിലായോ? ഇത് ചെയ്യാം. എന്നിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റിൽ എത്ര രൂപക്ക് വിറ്റ്? 21 ലക്ഷം രൂപക്ക് വിറ്റ്. അപ്പോൾ ഇവിടെ 21 ലക്ഷം രൂപ ഇതാ, ബാങ്കിൽ നിന്നോ ക്യാഷ് നിന്നോ ഇത് 21 ലക്ഷം ഇതാ. ഈ ഡിഫറൻസ് ഇല്ലേ, അത് പ്രോഫിറ്റ് ലോസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നേരെ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക പൊതുവെ. എന്നിട്ട് ഈ ഫണ്ട് ബാലൻസ് ഇല്ലേ, ഫണ്ട് ബാലൻസ് ഷാൽ ബി ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ഇതെന്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്യാഷ് എഴുതിങ്ങാണ്ട് ഇതെന്ത് ചെയ്യുന്നു, റെഡീം ചെയ്യുന്നു.
ഈ 3 അക്കൗണ്ടും ഈ 3 ഓപ്പണിംഗ് ബാലൻസും എഴുതുക, ഈ ഫണ്ടിലേക്കുള്ള അലൊക്കേഷൻ എഴുതുക, ആ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് സെല്ല് ചെയ്യുന്ന എഴുതുക, ഫണ്ട് ബാലൻസ് ഷാൾ ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്, അത് കുറേ തവണ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് എഴുതുക. ഡിബഞ്ചർ അക്കൗണ്ട് എന്ത് ചെയ്യുക, ബാങ്കിൽ നിന്ന് ക്യാഷ് എഴുതിക്കൊണ്ട് നേരെ റിഡംഷൻ കാണിക്കുക, യു ഗെറ്റ് 7 മാർക്ക്. ഇങ്ങനെയാണ് ഈ 7 മാർക്ക് കിട്ടുക. പക്ഷെ ഞാൻ പറയില്ല, നമ്മൾ ഇങ്ങനെ ഒരു സെയിം ക്വസ്റ്റ്യൻ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ അക്കൗണ്ട് വരച്ച് ഓഫ്ലൈനിലോ ഓൺലൈനിലോ ഞാൻ ചെയ്തിട്ടില്ല. ദാറ്റ്സ് വാട്ട് ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു അൺലക്ക് ഫാക്ടർ ആയിരിക്കാം. സോ ഇവിടെ ഞാൻ ഒരു മാർക്ക് പോലും ഞാൻ എന്ത് ക്ലെയിം ചെയ്യുന്നില്ല, ഞാൻ 0 മാർക്ക് എന്നാണ് ഇതിന്. സോ യു ഗെറ്റ് ഒരു 1 മാർക്കോ 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഒക്കെ വരച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്, കിട്ടിയിട്ട് വിശ്വസിക്കുന്നത്. പക്ഷെ ഞാനതിങ്ങനെ കറക്റ്റായിട്ട് അത്ര അതേപോലെ ഡിറ്റോ ക്വസ്റ്റ്യൻ പഠിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ 0 എന്നാണ് ഇതിന് വിട്ടേക്കാം. അതിന് എന്താ രസം, അതിനൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. വാ 100 ഔട്ട് ഓഫ് 100 നമുക്ക് കിട്ടില്ലല്ലോ, മുമ്പോട്ട് പോവാ. നേരെ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഹാപ്പിനെസ് അറ്റ് പീക്ക് ലെവലിൽ എത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡിറ്റോ ക്വസ്റ്റ്യൻ എത്ര എണ്ണം നമ്മുടെ സ്റ്റഡി വെച്ചിട്ടുണ്ട്, എത്ര എണ്ണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിട്ടോ ഈ ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ പ്രിന്റിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ CA ക്വസ്റ്റ്യനും ഉണ്ട്. പക്ക ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു സ്റ്റുഡൻറ്റ് പോലും എൻ്റെ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇത് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനറ്റ്ലി യു ഗെറ്റ് 14 മാർക്ക്. കാരണം മൈ പിക്ക് ആൻഡ് ഡ്രോപ്പ് സിസ്റ്റം, മൈ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട്. പിക്കിംഗ് ഡ്രോപ്പിംഗ് സിസ്റ്റം വിൽ ഹെൽപ്പ് യു ഔട്ട്. ഇതെങ്ങനെ ചെയ്യുക, എന്താണ് ഡീറ്റെയിൽ ലേണിംഗ് ഉണ്ട്. ഒരു മാർക്ക് പോലും ലൂസ് എനിക്ക് താല്പര്യമില്ല. മെനി ഓഫ് ദം ടെക്സ്റ്റ് ആൻഡ് മെസ്സേജ് മീ, സാർ ആദ്യമായിട്ടാണ് എക്സാം ഹോളിൽ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ടാലിയാക്കി ഇറങ്ങി വന്നിട്ടുള്ളത് കോർപ്പറേറ്റ് അക്കൗണ്ട്, ഇത് റിപ്പീറ്റേഴ്സ് എസ്പെഷ്യലി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയലി ഹാപ്പിയാണ്. 14 മാർക്കും നിർബന്ധമായിട്ടും കിട്ടും. കാരണം ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ സിമ്പിൾ ആണ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ഡിസ്കസ് ഗെറ്റിംഗ് 14 മാർക്ക് വിത്തൗട്ട് എനി ഡൗട്ട്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ബിക്കോസ് ടെക്സ്റ്റ് ബുക്കാണ്, നമ്മുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തേക്ക് വരാം. ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, നമ്മളുടെ പ്രിന്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിന്റെ. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. PQR ലിമിറ്റഡ് എക്സ്റ്റെൻഡ് ദ ഫോളോയിങ് ക്രെഡിറ്റ് ലൈൻ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വിച്ച് ആർ നോട്ട് പെയ്ഡ് ഇൻട്രസ്റ്റ് എനി ഡ്യൂറിംഗ് 24-25. ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത, നമ്മുടെ ക്വസ്റ്റിന് 2012 മുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പഠിച്ചില്ലേ അല്ലേ. 2012 മുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പഠിച്ചില്ലേ. എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് 2012 എന്നുള്ളതുമായിട്ട് 2024 ഈ ഒരു ലെവലിലാണ് ക്വസ്റ്റ്യൻ വന്നുള്ളത്. 2024-25 ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ശ്രദ്ധിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. കാരണം ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചിടാം. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ 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 യാ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. നമ്പർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. 35 ലാക്ക് എന്നുള്ളത് ഇൻറ്റു 2 അടിച്ച് കണ്ട, 35 ലാക്ക് എന്നുള്ളത് ഇൻറ്റു 2 സെയിം സാധനം കണ്ട. ഹാഡ് എക്സ്റ്റെൻഡ് ഫോളോയിങ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വിച്ചാരോട് പേര് അങ്ങനെ 35 ലാക്ക് എന്നുള്ളത് 70 ലാക്കായി, 30 ലാക്കുള്ള 60 ലാക്കായി. ഇതൊക്കെ സെയിം അടിച്ച് സെയിം സാധനം. പക്ഷെ ഇവിടെ 2006 മുതൽ 2012 മുതൽ നിൽക്കുന്നു. പക്ഷെ ഇവിടെ 2024-25 തന്നെയാണ്. അപ്പൊ ഇത് ഏത് ലോണിന്റെ കാറ്റഗറിയിലാണ് വരിക എന്നുള്ളതാണ് മാറ്റർ. അപ്പൊ 31 മാർച്ച് 25 അന്നാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. 24-25 ഇൻട്രസ്റ്റ് പേ ചെയ്യാത്തത്. നോക്കാം, വിച്ച് ഹാഡ് നോട്ട് പെയ്ഡ് എനി ഇൻട്രസ്റ്റ് ഡ്യൂറിങ് 2024-25. ഈ വർഷമാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. എന്താണ് മക്കളെ, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, സെക്യൂർഡ് എത്ര പെർസെൻറ്റേജ്, 15%, 25%. അപ്പോൾ നമുക്ക് അറിയാം എത്ര പെർസെൻറ്റേജ് ആണ് സെക്യൂർഡിന് അൺസെക്യൂർഡ് എന്നുള്ളതൊക്കെ. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ECGC DICs ഒക്കെ നമ്മൾ സിമ്പിൾ കവറേജ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഈ 7 മാർക്കും അതേപോലെ കിട്ടും. അപ്പോൾ ഈ 14 മാർക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഈ 7 മാർക്കും ആരും മിസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അഗെയിൻ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി ഇമേജ് ഇല്ലുസ്ട്രേഷന് സെയിം നമ്പേഴ്സ്, ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും ഈ 7 മാർക്ക് ഇതേപോലെ ഡിറ്റോ സെയിം കിട്ടിയിട്ടുണ്ടാവും. എവറി ഓഫ്ലൈൻ ക്ലാസ് ആൻഡ് എവറി ഓൺലൈൻ ക്ലാസ് എല്ലാം ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ 7 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അഗെയിൻ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ഏതാണ്, EPS ഇല്ലുസ്ട്രേഷൻ ആണ്. ആൻഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാ എക്സാമിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, EPS ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ബേസിക് EPS, ഡയലൂട്ടഡ് EPS. അഗെയിൻ ഫോർ 7 മാർക്കാണ്. എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. കാരണം ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇഗ്നീഷ്യർ നമുക്ക് തന്നിട്ടുണ്ട്, ഇനി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, അവർ കൺവേർട്ട് നമ്പർ. സിമിലർ മോഡൽ ഇല്ലുസ്ട്രേഷൻ നമ്മൾ ക്ലാസ് റൂമിനുള്ളിൽ തന്നെ ചെയ്ത എക്സ്പീരിയൻസ് ആണ്. അബ്സല്യൂട്ട്ലി യു ആർ ഗെറ്റിംഗ് എന്ത് പറയും മക്കളെ, 7 മാർക്ക്. അത് കഴിഞ്ഞാൽ വരുന്ന ഏരിയ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. മെജോറിറ്റി ഓഫ് ദം ഓൾവേസ് ഒരു പ്രയാസപ്പെടുന്ന ഒരു ഏരിയ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഇപ്പോൾ ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ഒരു എക്സ്റ്റെൻഡ് ഉണ്ട്. അതിൽ നിങ്ങൾ നല്ല ക്ലാരിറ്റി ഉണ്ടാക്കുക. അതിനുശേഷം മാത്രം പുറമേക്ക് പോകാൻ ഞാൻ എപ്പോഴും പറയാറ്. കാരണം ആ ഒരു ലെവലിൽ അതിലും വലിയ ബൾക്കി ആയിട്ടുള്ള
ഇല്ലുസ്ട്രേഷൻസ് ക്യാഷ് ഫ്ലോ ടെസ്റ്റ് ചെയ്യാറില്ല. കാരണം ക്യാഷ് ഫ്ലോ കഴിഞ്ഞ കുറേ എക്സാംസിന് അവർ കൊടുക്കുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 7 മാർക്കാണ്. ഈ 7 മാർക്കിന്റെ വെയിറ്റേജിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് 3.5 പേജ് 2 പേജ് ഒക്കെ ഉള്ള ഭയങ്കര ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക കണ്ടാ തല തിരിഞ്ഞു പോകുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ലേണിംഗ് പർപ്പസ് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ കുറേ ചെയ്തിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, എക്സാമിലേക്ക് കൊണ്ടുവരില്ല. കാരണം ഇവിടെ ആ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്താൽ 7 മാർക്ക് ഇട്ടാൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ 7 മാർക്കിന്റെ ടൈം ഫ്രെയിമിൽ ചെയ്യുക? 7 മാർക്കിന്റെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഏകദേശം 7 × 1 റഫ്ലി ഒരു 10-12 മിനിറ്റ്. 12 മിനിറ്റിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, 1/2 മണിക്കൂർ സമയം വേണം. അപ്പൊ 14 മാർക്കിന്റെ മേലെ പ്ലേസ് ചെയ്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന ഒരു റൂട്ട് ഉണ്ട്, ആ റൂട്ടിനുള്ളിൽ തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് ഈ ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത സിമിലർ മോഡൽ ക്വസ്റ്റ്യൻ ആണ്, CA ഇന്ററിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും എക്സസൈസിന്റെ പോസ്റ്റിൽ ഇങ്ങനെ ഒരു ഇല്ലുസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. ഏത് കുട്ടിക്കും വേണമെങ്കിൽ ചെയ്യാം, കാരണം ഡയറക്റ്റ് ആണ്, ഇത് ഡയറക്റ്റ് മെത്തേഡിലുള്ള ഇല്ലുസ്ട്രേഷൻ ആണ്. കുറച്ച് രസകരമായിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കുറച്ചും കൂടി ഫൺ മേക്ക് ചെയ്യുന്നതിന് കുറച്ച് എൻ്റർടൈൻഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയില്ലേ. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. COGS എന്താണ്? 75% ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് എടുക്കുക, അതിൻ്റെ 75% നമുക്ക് എന്ത് കാണാൻ പറ്റും? COGS കാണാം. സെയിൽസ് ഫുള്ളും എങ്ങനെയാണ്? ക്യാഷ് സെയിൽസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് എടുക്കുക. പർച്ചേസ് ഫുള്ളും എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് വേണം. അപ്പോൾ ക്യാഷ് സെയിൽസ് നമുക്ക് എടുക്കാം, 40 ഡ്രസ് എടുക്കാം, മെയ്ഡ് ഇൻ ക്യാഷ് ആണ്, അത് നമുക്ക് നേരെ എടുക്കാം. ഓൾ പർച്ചേസ് വേർ ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് അറിയില്ല, പക്ഷെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 75% ഓഫ് ദ സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിന്റെ 75% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ് പറയും മൈനസ് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ്. ഈ ഇൻഫർമേഷൻ ജസ്റ്റ് എല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട്, ജസ്റ്റ് കൂടെ നിങ്ങൾ ഡംപ് ചെയ്ത് കൊടുത്താൽ യു വിൽ ഗെറ്റ് എന്ത് പറയും മക്കളെ? പർച്ചേസ്. ആ പർച്ചേസ് ഫുള്ളും എന്താണ് പറയും മക്കളെ? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ എന്തായാലും ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അത് കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരക്കണം, അല്ലെങ്കിൽ ഐറ്റം പ്ലസ് ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അവിടെ പർച്ചേസ് ഡയറക്ട്ലി അവൈലബിൾ അല്ല, ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട്? ട്രേഡ് പേയബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസിനെ കാട്ടി കൂടുതലാണ്, അങ്ങനെ പറയുന്നുണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി കൂടുതലാണ്, ഓപ്പണിംഗ് ഇൻവെന്ററിനെ കാട്ടി കൂടുതൽ. അപ്പോൾ ഈ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ടും ഈ ഒരു ഇക്വേഷനെ വെച്ചുകൊണ്ട് പർച്ചേസ് കാണാം. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സും കാണാൻ പറ്റും. സിമ്പിൾ ആണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഒരു കുട്ടി പറയണേ, സാറേ ക്ലോസിംഗ് ഇൻവെന്ററി ഹയർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000 എന്നല്ലേ? അപ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി ഓപ്പണിംഗ് ഇൻവെന്ററി കാട്ടി 50,000 കൂടുതലാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ആ ഡൗട്ട് ഞാൻ ആയതിനെ തീർത്തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യാം, ഇഷ്ടമുള്ള നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ക്ലോസിംഗ് സ്റ്റോക്ക് 1 ലക്ഷമാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000 എന്ന് പറയാം. തള്ളാം, എന്തും തള്ളാം. ഇത് 2.5 ലക്ഷമാണ്, ഇത് 2 ലക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്തും തള്ളാം, എന്ത് തള്ളിക്കോളി, നിങ്ങൾ എങ്ങനെ നിങ്ങൾ ചെയ്തോളി. യു ഗെറ്റ് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആൻസർ. ഇതൊക്കെ ക്ലാസ് റൂം ഡിസ്കഷനിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും എൻ്റെ ക്ലാസ് ആയിരുന്ന ആൾക്കാർക്ക്. ഈ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനറ്റ്ലി ഈ 7 മാർക്കും നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം അതിൽ ഈ ഒരു പോയിന്റ് മാത്രം ഉണ്ടോ, വേറെ ഒന്നുമില്ല കേട്ടോ. ടാക്സ് പേ തന്നിട്ടുണ്ട്, ഓപ്പറേറ്റ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്, കമ്പനി ഇൻട്രസ്റ്റ് പേ തന്നിട്ടുണ്ട്, ബിൽഡിംഗ് തന്നിട്ടുണ്ട്, ഡിവിഡൻ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ സെറ്റാണ്, പെർഫെക്റ്റ് ആണ്, ആർക്കും ചെയ്യാം. ഈ പർച്ചേസിന്റെ മാത്രം ഇഷ്യൂ ഉള്ളൂ. ആ പർച്ചേസിന്റെ ഇഷ്യൂ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അതായത് നിങ്ങൾ സെയിൽസ് എടുക്കുക, അതിന്റെ 75% കോസ്റ്റ് ഓഫ് ഗുഡ്സ് എടുക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇസ്ക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും അറിയാം എന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് വ്യത്യാസം അറിയാം. അപ്പോൾ വെറുതെ തള്ളാം ഓപ്പണിംഗ് സ്റ്റോക്ക്, വെറുതെ തള്ളാം ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിഫറൻസ് 50,000 ഉണ്ടായാൽ മതി. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് എന്ത് പർച്ചേസ്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിട്ട് മറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പർച്ചേസ് കിട്ടും. പർച്ചേസ് നേരെ ഇവിടെ കൊണ്ടുവരിക, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് പർച്ചേസ് ക്യാഷ് പെയ്ഡ് ക്രെഡിറ്റേഴ്സ് കിട്ടും. അതും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇതിലൊരു കുട്ടി വിളിച്ച സമയത്ത് അവരോട് പറയുകയാണ്, സാറേ എനിക്കത് കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ മാനേജ് ചെയ്തു. മാനേജ് ചെയ്യാനും സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ടെക്നിക്സ് ഉണ്ടല്ലോ. കാരണം 40,000 30,000 തമ്മിൽ ഡിഫറൻസ് ആണ് ആൻസർ. അപ്പോൾ ഇൻവെസ്റ്റിംഗിൽ ഡ്രാമ ഇല്ല, അപ്പോൾ ഇൻവെസ്റ്റിംഗ് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഫിനാൻസിംഗിൽ ഡ്രാമ ഇല്ല, ഫിനാൻസിംഗ് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ആൻസർ ഏത് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം, ബിക്കോസ് അതിലും ഡ്രാമ ഇല്ല. അപ്പോൾ ഇത് നേരെ അത് കാണാം. ആ ടെക്നിക്സ് ഓർമ്മ ഉണ്ടോ മക്കളെ? അതെല്ലാം ഓഫ്ലൈൻ ഓൺലൈൻ കുട്ടികൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്ന കുട്ടിക്കും ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും കുട്ടി പേഴ്സണലി കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സാറേ അത് അങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മാർക്ക് പോവില്ല മക്കളെ, 7 കിട്ടും. ഇനി ഭൂതക്കണ്ണാടി വെച്ച് ആരെങ്കിലും നോക്കിയാൽ യു വിൽ ലൂസ് 1 or 2 മാർക്ക്, യു ഗെറ്റ് 5 മാർക്സ്. അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ ഇതുവരെയാണ് നമ്മളുടെ എന്ത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓഡിറ്റിംഗ് ആണ്. സോ ദാറ്റ്സ് ഫൈൻ ആക്ച്വലി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കിട്ടിയ മാർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ
ഒരു 7 മാർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 7 മാർക്ക് കിട്ടും. ഇവിടെ നമുക്കൊരു 7 മാർക്ക് കിട്ടും. ഇവിടെ നമുക്ക് 7 മാർക്ക് കിട്ടും. ഇവിടെ നമുക്ക് 14 മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടില്ല. കിട്ടില്ല. ഇവിടെ നമുക്കൊരു 7 മാർക്ക് കിട്ടും. പിന്നെ നമുക്കൊരു 5 ഇൻറ്റു 2 10 മാർക്കിൻ്റെ MCQ. ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്ക്. അതന്നെ മതി നമുക്ക് എന്ത് കിട്ടാൻ, എക്സംഷൻ കിട്ടാനായിട്ട്. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൽ ചവിട്ടി പിടിച്ച് ഇന്നലെ FAയിൽ മാർക്ക് ഇട്ട പോലെ ഈ 7 മാർക്ക് പോയാൽ അങ്ങനെ ഞാൻ തല്ലിക്കൊല്ലും. ഇതാരും മിസ് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മാർക്കൊന്നും കിട്ടിയില്ല. ഇവിടെ നമുക്ക് 14 മാർക്ക് കിട്ടിയില്ല, നമുക്കൊരു 10 മാർക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തില്ല, ഒരു 10 മാർക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. പിന്നെ ഈ 7 മാർക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ തീർന്ന്, കാരണം നിങ്ങൾ ഇനി ഒന്നിനും പറ്റില്ല നിങ്ങളെ. പിന്നെ ഈ 7 മാർക്ക് പോയാൽ നിങ്ങൾ തീർന്ന്, ഈ 7 മാർക്ക് പോയാലൊക്കെ നിങ്ങൾ തീർന്ന്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു 7 മാർക്ക് വേണ്ട 5 മാർക്ക് ഇട്ട് നോക്കി, അപ്പോഴും കിട്ടും ഈ പറഞ്ഞ ഏകദേശം റഫ്ലി ഒരു എക്സംഷൻ്റെ അടുത്തുള്ള മാർക്ക്. പിന്നെ നമുക്ക് എന്താണ് ഓഡിറ്റിങ്ങിൽ ഒന്നും എഴുതിയില്ലെങ്കിലും ഓഡിറ്റിങ്ങിൽ ഈ 10 MCQs, ഈ 10 MCQs ശരിയാ 10 ഇൻറ്റു 2 നമുക്ക് അവിടുന്ന് 20 മാർക്ക് കിട്ടും. ഒരു 8 7 ശരിയാക്കി ഉണ്ടാവും. എന്തായാലും ശരിയായിട്ടുണ്ടാവും. ഈ കുട്ടിയൊക്കെ ഇതാ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു എന്താ പറയുക, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റിവ്യൂ. ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇസ് എ സിമ്പിൾ അക്കൗണ്ടിങ് ഏരിയ, ഇസ് വെരി സിമ്പിൾ ആൻഡ് വളരെ ഹാപ്പിയാണ്. എനിക്ക് ഇനി റിസൾട്ട് വരുന്ന സമയത്ത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒരു എക്സംഷൻ്റെ മഴ തന്നെ പെയ്യണം. ഒരു 60+ കുട്ടികൾക്ക് 60 കിട്ടിയത് ഇനി ഒരു 100 കുട്ടികൾക്ക് അങ്ങനെ കിട്ടട്ടെ, അങ്ങനെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്ന സാധനമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്, ബൈ.